ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ സ്ക്വയർ ആൻഡ് സ്ക്വയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് അത് കാണണം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇവിടെ. അപ്പോൾ എന്താണ് സ്ക്വയർ നമ്പേഴ്സ്, അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. കുറച്ചും കൂടി പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 10 സ്ക്വയർ ഇസ് ഇക്വൽ ടു 100 ആണ് അല്ലേ. അതുപോലെ 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണ്, 30 സ്ക്വയർ 900 ആണ്, 250 സ്ക്വയർ 62500 അങ്ങനെ കുറച്ച് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 20 സ്ക്വയർ കാണണം എന്നുണ്ടെങ്കിൽ, 20 സ്ക്വയർ കാണണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി മെത്തേഡ് എന്താ വെച്ചാൽ 2ൻ്റെ സ്ക്വയർ എന്താ 4, ആ 4 ഇവിടെ എഴുതുക. ഇവിടെ എത്ര സീറോസ് ഉണ്ട്? ഒരു സീറോ. അപ്പോൾ സ്ക്വയർ ചെയ്ത് വരുന്ന ആൻസറിൽ അതിന് ഡബിൾ സീറോസ് ഉണ്ടാവും, 2 സീറോസ്. ഇനി ഇതൊരു 40 സ്ക്വയർ ആണെങ്കിലോ എന്താ സംഭവിക്കുക? 4ൻ്റെ സ്ക്വയർ എന്താ 16. ഇവിടെ ഒരു സീറോ ഉണ്ട്, സോ സ്ക്വയർ ചെയ്യുമ്പം അവിടെ 2 സീറോസ് ആയിട്ട് മാറും, സോ 2 സീറോസ് വരും. ഇത് ഇനി ഒരു 500 സ്ക്വയർ ആയിരുന്നെങ്കിലോ 5ൻ്റെ സ്ക്വയർ എന്താ 25. ഇവിടെ 2 സീറോസ് ഉണ്ട്, അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് അതിന് ഡബിൾ 4 സീറോസ് വരും. ഓക്കെ. അല്ലെങ്കിൽ 110ൻ്റെ സ്ക്വയർ 11 എന്ന് പറയുന്ന ആളുടെ സ്ക്വയർ 121 ആണ്. ഇവിടെ ഒരു സീറോ ഉള്ളതുകൊണ്ട് ഇവിടെ എത്ര സീറോസ് എടുക്കണം? 2 സീറോസ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിട്ട് വരുന്ന ഈ രീതിയിലുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണുക എന്നുള്ളത് വളരെ ഈസിയാണ്. ഇവിടെ എത്ര സീറോ ഉണ്ടോ അതിന് ഡബിൾ സീറോസ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ ആദ്യം എഴുതുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഇതാ 1000ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 1ൻ്റെ സ്ക്വയർ എന്തുതന്നെയാണ്? 1 ആണ്. ഇവിടെ 3 സീറോസ് ഉള്ളതുകൊണ്ട് ഇവിടെ എത്ര സീറോസ് വരണം? 6 സീറോസ്, അതിന് ഡബിൾ വരും. 700ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ എന്താ 49 ആണ് അല്ലേ. ഇവിടെ 2 സീറോസ് ഉള്ളതുകൊണ്ട് ഇവിടെ എത്ര വരും? 4 സീറോസ് വരും. അപ്പോൾ ലാസ്റ്റിൽ എത്ര സീറോ ഉണ്ടോ അതിന് നേരെ ഡബിൾ നമ്പർ ഓഫ് സീറോസ് അതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വരും. അപ്പോൾ അതെങ്ങനെ സ്ക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതും വളരെ ഈസി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. നമ്മുടെ ഓരോ വീഡിയോസിലും ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കൃത്യമായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഓരോ വീഡിയോ റിലീസ് ആകുമ്പോഴും അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ക്ലാസ് നോട്ട്സ് ഒക്കെ വരാറുണ്ട്. ആരെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു പാറ്റേൺ നമുക്കൊന്നുകൂടി നോക്കാൻ. ഇപ്പോൾ 10, 100, 1000, 10,000, 1 lakh, 10 lakh, 1 crore എന്നുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇവരുടെ സ്ക്വയേഴ്സ് കാണുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ 1 ആയതുകൊണ്ട് ഇവിടെയും എന്തുതന്നെയായിരിക്കും? 1 വരുള്ളൂ അല്ല അതിൻ്റെ സ്ക്വയർ. ഒരു സീറോ ആണെങ്കിൽ ഇവിടെ 2 സീറോസ് വരും. 2 സീറോസ് ആണെങ്കിൽ 4, 3 ആണെങ്കിൽ 6, 4 ആണെങ്കിൽ 8, 5 ആണെങ്കിൽ 10 അല്ലേ. എന്നിങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ ഉള്ളതിൻ്റെ നമ്പർ ഓഫ് സീറോസ് നേരെ ഡബിളായി ഇങ്ങനെ വരികയാണ് ചെയ്യുക. റെഡി. അപ്പോൾ നമുക്കതൊരു ജനറലൈസ് ചെയ്ത് പറയാം. ദ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈസ് ഓൾവേസ് ഈവൻ ആൻഡ് ഡബിൾ ദ നമ്പർ ഓഫ് സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ നമ്പർ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമുള്ളൂ. ഇതിൻ്റെ എൻഡിൽ എത്ര സീറോസ് ഉണ്ടോ അതിന് ഡബിൾ ആയിരിക്കും ഇവിടെ വരിക. മാത്രമല്ല ഇവിടെ ഈവൻ നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വരുള്ളൂ. കാരണം ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു ഒരു നമ്പറാണ് അല്ല, അതിന് ഡബിൾ വരണമെങ്കിൽ. അപ്പോൾ 2 ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായാലും വരുന്ന നമ്പർ ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 2, 4, 6, 8, 10 എന്നിങ്ങനെ പോകുന്ന നമ്പർ ഓഫ് സീറോസ് ഒക്കെ എന്താ? ഈവൻ ആണ്. അതെന്തുകൊണ്ട് ഈവനായി? ഇവിടെ ഉള്ളതിൻ്റെ നേരെ ഡബിൾ വരുന്നത് കൊണ്ടാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പോയിൻ്റ് ആണ്. എ നമ്പർ എൻഡിങ് ഇൻ ആൻ ഓഡ് നമ്പർ ഓഫ് സീറോസ് കനോട്ട് ബി എ പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നു. ഓക്കെ. ഈ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ. ഒരു നമ്പർ തന്നു, വളരെ വലിയ നമ്പറാണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്താൽ മതി? സീറോസ് നോക്കുക. 1, 2, 3, 4, 5. ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ എൻഡിൽ ഓഡ് നമ്പർ ഓഫ് സീറോസ് വരില്ല, ഈവൻ നമ്പറേ വരുള്ളൂ. കാരണം സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ ആവുന്നതുകൊണ്ട് തന്നെ ഈവൻ നമ്പറേ വരുള്ളൂ. അപ്പോൾ 5 സീറോസ് വരിക പോസിബിൾ അല്ല. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. റെഡി അല്ലേ? അപ്പോൾ ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നാൽ, ഒരു 4 ഓപ്ഷൻസ് തന്നാൽ അതിലേതാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവുക എന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഡിജിറ്റ് നോക്കാം എന്നുള്ളൊരു ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്രൈറ്റീരിയയാണ് ഇപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 0 എന്നുള്ളത് വരാൻ പോസിബിൾ ആണ്. പക്ഷേ നമ്പർ ഓഫ് സീറോസ് ഒരിക്കലും എന്താവില്ല? ഓഡ് നമ്പർ ആവില്ല എന്നുള്ളതാണ്. ഇങ്ങുപോലെ വേറെയും നമ്പേഴ്സ് വരാം. അപ്പം 1, 6, 0, 0, 0. അപ്പോൾ ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല. കാരണം ഇവിടെ എന്താ? 3 സീറോസ് ആണ് എൻ്റെ. ഒരിക്കലും 3 സീറോസ് വരില്ല. ഒരു സീറോയും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ല, അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം എന്താ? ഇവിടെ 4 സീറോസ് ഉണ്ട്. മാത്രമല്ല 16ൻ്റെ റൂട്ട് 4 ആണ്. ഓക്കെ. അപ്പോൾ 4 ഇയാളുടെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ആരുടെയാണ്? 400ൻ്റെ സ്ക്വയർ ആണ് ഇയാൾ. മനസ്സിലായോ? അപ്പോൾ അത് അങ്ങനെ നോക്കാൻ നമുക്ക് പറ്റും. റെഡി അല്ലേ? ഈവൻ നമ്പർ ഓഫ് സീറോസ് വരുന്നുണ്ട് വിചാരിച്ചിട്ട് എല്ലാവരും പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നില്ല. പക്ഷേ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ എൻഡിൽ എത്രയേ വരുള്ളൂ? ഈവൻ നമ്പർ ഓഫ് സീറോസേ വരുള്ളൂ. റെഡി അല്ലേ? യെസ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഇവർ കുറച്ച് ഓഡ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ നോക്കിയേ 1 സ്ക്വയർ 1 ആണ്, 3 സ്ക്വയർ 9 ആണ്, 9 സ്ക്വയർ 81, 25 സ്ക്വയർ 625, 47 സ്ക്വയർ 2209. അപ്പോൾ ഈ ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളും എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. സിമിലർലി ഈവൻ നമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ സ്ക്വയറുകൾ നിങ്ങൾ നോക്കിയേ, ഇത് ഈവൻ നമ്പറാണ്. സോ നമുക്ക് എന്ത് പറയാം? ദ സ്ക്വയർ ഓഫ് എൻ ഈവൻ നമ്പർ ഈസ് ഓൾവേസ് എൻ ഈവൻ നമ്പർ, എ സ്ക്വയർ ഓഫ് എൻ ഓഡ് നമ്പർ ഈസ് ഓൾവേസ് എൻ ഓഡ് നമ്പർ എന്ന് പറയാൻ പറ്റും. ഒരു ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ആയിരിക്കും, ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയർ ആൻഡ് സ്ക്വയർ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നും രണ്ടും പ്രോപ്പർട്ടി അല്ല, ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് കുറേ ആലോചിച്ചൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അപ്പോഴേക്കും ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ടൈം അവിടെ വേസ്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ലോജിക് ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് പറഞ്ഞു, ഈ വീഡിയോയിലും പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ടും നമ്മുടെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടെ യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. താങ്ക് യു.